കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട്? എന്തോരം സാധനങ്ങളല്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ന് രാത്രി വരെ നിങ്ങളുടെ വയറ് ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കണം. ചിരി നോക്കിയേ. സുന്ദരി പേരെന്താ? ബെറ്റി. ബെറ്റിയുടെ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് 2 പേരോടാണ്. ഒന്ന് അമിൽ ബ്രോ, ഒരു കാർഡ് കൊണ്ടു തന്നത് അമിലാണ്, മറ്റേത് റഹാൻ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാ ദിവസത്തെ പോലെയല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതുമാത്രമല്ലാണ്ട് സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതിനു മുന്നേ ഒന്നും ചെയ്യാത്തൊരു കാര്യം കോളേജ് പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ റീല് കാണുന്നുണ്ടാവും. ഷാനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ പാതിരാക്കോയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത കാർഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ആരൊക്കെയാണ്, അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. കമോൺ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കോൺവെന്റ് അല്ല, ഒരു ഓൾഡ് ഏജ് ഹോം അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, പ്ലസ് കുഞ്ഞു കുട്ടികളെ ലൈക്ക് ഓർഫനേജ് പോലെ, അതുപോലെ തന്നെ സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലം, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ സിസ്റ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണതാണ്. സിസ്റ്റർ ഇപ്പോൾ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഒന്ന് കാണും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം. ഗായത്രിയാണ്. നമസ്കാരം. പ്രാർത്ഥനയുടെ സമയമായിരുന്നു സിസ്റ്റർ? ഇല്ല. ശിശുഭവനാണ്. ഇത് സൈക്കാട്രി റീഹാബിലിറ്റേഷൻ സെന്റർ. നമുക്ക് ഫസ്റ്റിലെ ശിശുഭവന്റെ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടെ അവരുടെ കൂടെ ഫുഡ് പറ്റില്ല. അവിടുത്തെ കുട്ടികളെ ഞാൻ ലാക്ടോജൻ സെർലാക്കൊക്കെ പറഞ്ഞത് ഇവരുടെ അടുത്തേക്കായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് കൊടുക്കാം. അതേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പറ്റുള്ളൂ. അവരെ കണ്ടിട്ട് ഈ ഹോമിലേക്ക് പോകാം. സിസ്റ്റർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളെ കാണാൻ വേണ്ടി പോവാണ്. മറ്റേ നമുക്ക് ഷനെ. അപ്പോൾ സിസ്റ്ററിനെ കണ്ടു. നമ്മളിതേ ശിശുഭവനിലേക്ക് പോവാണ് ഗൈസ്. കുട്ടികളുടെ അടുത്തേക്ക് പോവാണ്. ഇതല്ല, ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കൂല, ഇത് വേറെ വലിയ കുട്ടികൾക്കാണ്. ഇതെല്ലാം എടുക്ക്. ഉണ്ട് ഇത് പിടി. അപ്പം നമ്മൾ ഒരു പെട്ടി നിറച്ച് സെർലാക്കും 2 ഫ്രണ്ടിൽ ഇനിയുണ്ടോ? ഇല്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തോ. അപ്പോൾ അതെ സെർലാക്കും അതുപോലെ തന്നെ എന്തായിരുന്നു ലാക്ടോജൻ നമ്പർ 1 ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ. ഗായത്രി ഇല്ല സിസ്റ്റർ, കുഴപ്പമില്ല. എവിടെയാ വെക്കണ്ടേ? അവിടെ വെച്ചോ. ഇവിടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആവശ്യമില്ല ലാക്ടോജൻ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെയൊക്കെ. അതാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാട്ടോ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ. നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ അവസ്ഥയൊക്കെ ചെറിയ കുട്ടികൾ. പക്ഷെ എല്ലാവരും നല്ല സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ. അത് നമുക്ക് പറയാം, ഇത്രയും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതിനുള്ളതൊരു ദൈവാനുഗ്രഹം. അതാണ് ഈ ഭവനത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത്. കാരണം ശരിക്കും ഒന്നുകളെ നിങ്ങൾക്കറിയാലോ, അതായത് ജീവൻ മാക്സിമം പരിശ്രമിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ മാത്രം കിട്ടിയ ജീവനുള്ള ഈ കുഞ്ഞുങ്ങൾ അവരാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. ഗായത്രി കണ്ടോ? എന്തിനാ വിഷമമാണ്? എന്താ പറയാ, എങ്ങനെ ഇട്ടിട്ട് പോവാൻ തോന്നണല്ലേ? പിന്നെ കൊറേ കെയർ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു കഴിയുമ്പോ അവർക്ക് വിഷമാവല്ലോ. അതാ കരയോ കുഞ്ഞു? എന്താ തോന്നണേ? ഭയങ്കര സങ്കടം ഉണ്ടേ.
കാരണം ഇങ്ങനെ ഒരു അവസ്ഥ അതിപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും സങ്കടം വരും. എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു ആൾക്കാർക്ക് എന്നാണ് ശരിക്കും ആലോചിക്കുക. ഷാനു കുട്ടികളൊക്കെ നല്ല കുട്ടികളാണല്ലേ? കൊറേ കുഞ്ഞു കുട്ടികളില്ലേ അവിടെ? എങ്ങനെയാണ് ഇത് സംഭവിക്കണേന്നൊരു അപ്പൊ നമ്മുടെ പാതിരാക്കോയിലെ മെയിൻ ടീമുകളെ കണ്ടില്ല. ഞാൻ എന്റെ ബ്ലോഗിലാണ്, കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് ജിമ്മി ജിമ്മിന്ന് ഞാനിങ്ങനെ നേരത്തെ എന്നോട് പറഞ്ഞ പേര് ഇതല്ലല്ലോന്ന്. ഗീതു. യെസ്. അപ്പൊ എങ്ങനെ നമ്മുടെ കുട്ടികളെയൊക്കെ കണ്ടിട്ട്? ഞങ്ങൾ മുമ്പ് കൂടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ. ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. കുട്ടികളെ കണ്ടിട്ട് നമ്മൾ പോരുമ്പോൾ അവർക്ക് വിഷമാവും, നമുക്ക് വീണ്ടും അതൊരു വിഷമാണ്. പക്ഷെ ഭയങ്കര സന്തോഷമാണ് കുറച്ച് സമയം ഇവിടെ വന്ന് അവരുടെ സ്പെൻഡ് ചെയ്യണം. ഫസ്റ്റ് ടൈം ആണോ അങ്ങനെ? ഞാൻ കുട്ടികളുടെ അടുത്ത് ഫസ്റ്റ് ടൈമാ. ഓൾഡ് ഏജ് ഹോമില് പോയിട്ടുണ്ട്, പക്ഷെ കുട്ടികളുടെ അടുത്ത് ഫസ്റ്റ് ടൈമാ. നമുക്ക് അവരുടെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് കുറ്റബോധം വരെ, എങ്ങനെയാ ഇത് ഇവർക്ക് അല്ലേ? അപ്പൊ ഇവിടുന്ന് പോരാനും തോന്നൂല കേട്ടോ വന്നു കഴിഞ്ഞാല്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സ്നേഹം. നമ്മളൊക്കെ കാണാൻ ചെല്ലുമ്പോൾ അവർക്കും കുഞ്ഞു കുട്ടികളാണെങ്കിലേ ഭയങ്കര സ്നേഹം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സദ്യകള് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ ബാർബിക്യൂ സദ്യയാണ്. മന്തി റൈസ്, മന്തി എല്ലാം ഉണ്ട്. ഇത് എന്തൊക്കെയാണ് അവരോട് എന്നെ ചോദിക്കേണ്ടി വരും, എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൈക്കാട്രി വാർഡിലാണുള്ളത്. ഒരു 10-25 സ്ത്രീകൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല അവരോട്, അത് ശരിയല്ല. അതുകൊണ്ട് അവരോട് സംസാരിക്കുകയായിരുന്നു, പാട്ടൊക്കെ പാടി. ഇനി അവരുടെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചാൽ കാണിക്കാം. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോവാം. അപ്പോൾ ടീച്ചേഴ്സ് തന്നെയാണ് എൻ്റെ ഒരു ഈ കുട്ടിയാണോ? അത് കൂടി ഇത് നമ്മുടെ സിസ്റ്റർ കൃപ തെരേസ്യനാണ് ഗൈസ്. സെന്റ് തെരേസസ് പ്രൊഡക്റ്റ് ആണ് സിസ്റ്റർ. അതും ലിറ്ററേച്ചർ 1, ലിറ്ററേച്ചർ 2, ലിറ്ററേച്ചർ 3, ലിറ്ററേച്ചർ 3. സെയിം ഡിപ്പാർട്ട്മെന്റ് സെയിം ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭയങ്കര, ഞങ്ങൾ എവിടെ പോയാലും തെരേസ്യൻസ് എവിടെ പോയാലും വി ക്യാൻ ഫൈൻഡ് എ തെരേസ്യൻ ഓവർ ദെയർ. അത് അപ്പോൾ നമ്മൾ നേരത്തെ സൈക്കാട്രി വാർഡിലേക്കാണ് പോയത്. ഇപ്പം നമ്മൾ കുട്ടികളുടെ ഒരു ഏരിയ ആണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. സിസ്റ്റർ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ വന്നിട്ട് കുട്ടികൾക്ക് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ അലൗഡ് അല്ല, വീഡിയോ എടുക്കാൻ പാടില്ല. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ട് വന്ന് നിൽക്കുന്ന കുട്ടികളുണ്ട്, ഓർഫണായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെയോ? അല്ല, അത് കയറില്ല. ശരി, കുറച്ച് സ്പീഡിൽ പോവോ? താങ്കൾ ഭയങ്കര സ്ലോ ആണ്. കുറ്റം പറഞ്ഞു സ്ലോയാണ്. എന്റെ ജോൺ ഇങ്ങനെ ഐസ് കട്ടർ ഉണ്ട് നീ എവിടെ ചെന്നാലും ഇതുപോലെ തുറന്നു. PCG സെന്റർ ഉണ്ട്, ടെക് സെന്റർ. ഈ ഇലയിൽ മാത്രം വിളമ്പിയാൽ മതി, കസരയ്ക്ക് വിളമ്പണ്ട. അതുണ്ടോ? വേണ്ട റൈസ് വേണ്ട, ഈ റൈസ് വേണ്ട. പപ്പടമൊക്കെ ഒന്ന് കുഴച്ചാ മൈനസൊക്കെ കൊഴിച്ച് കഴിച്ചോ, സൂപ്പറായിട്ടുണ്ട്. ചിക്കനൊക്കെ മിക്സ് ചെയ്ത് കഴിക്ക്. ഈ ചട്നിയൊക്കെ ആഡ് ചെയ്തിട്ട് കഴിച്ചോ, സൂപ്പറാ.
ഇതിന്റെ ചട്നിയൊക്കെ, ഇതൊക്കെ ഇതിന്റെ ചട്നിയാണ്. ഇതൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയുണ്ട്? എന്തോരം സാധനങ്ങളല്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്ന് രാത്രി വരെ നിങ്ങളുടെ വയറ് ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കണം. കഴിക്കേ. ഇഷ്ടപ്പെട്ടോ? ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ടൈമാണ് മിക്കവരും ഇത്രയും വിഭവങ്ങൾ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണത്. അപ്പോൾ കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഗൈസ്. സീരിയസ്ലി ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സ് ഇതേ ലുക്ക് അറ്റ് ദിസ് ഗായത്രി രമേശ്, പില്ലർ ആൻഡ് ദിസ് ഇസ് ഗംഗു. ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഇവരുടെ കൂടെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കെടുത്ത് നമുക്ക് പിന്നെ കാണാം. ആൻഡ് ദിസ് ഇസ് കൃപ, വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള, നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടാവും, കൃപേനെ കണ്ടിട്ടുണ്ടാവും. കൃപയാണ് ഇന്നിവിടെ വീഡിയോ എടുക്കുന്നത്. ഗായത്രി പിച്ചി കൊടുക്കുവാണോ? ചിക്കൻ പിച്ചി കൊടുത്ത് സഹായിക്കുവാണോ? ഇവിടെ ഭയങ്കര കഥ പറച്ചില്ല കേട്ടോ. ഇവിടെ ഭയങ്കര കഥ പറച്ചിലും ഊക്കലുമാണ്. ഇവിടെ ഇരിക്കണ കഴിക്കാൻ പറ്റണില്ല അല്ലേ? എഴുന്നേക്ക് കുഞ്ഞു, എഴുന്നേക്ക്. വെറുതെ പറഞ്ഞാണോ? അപ്പൊ നീ ഇരിക്കണോണ്ടായിരിക്കും കൃപ. നീ ഇരിക്കണോണ്ട് അവർക്ക് കഴിക്കാൻ പറ്റണില്ല. അമ്മച്ചി ഇച്ചിരി ചോറിടട്ടെ? ചോറ് കുറച്ച് മൈനസും കൂടി കഴിക്കാൻ വേണ്ട, ചട്നി കൂടി കഴിക്കാൻ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു. മെയിനായി. ഇച്ചിരി കൂടി ചോറിടട്ടെ? ഫുള്ളായി. എങ്ങനെയുണ്ട്? ഭയങ്കര ചിരിയാണല്ലോ, ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ? ചിക്കനൊക്കെ കഴിക്കൂലേ? ഫുള്ള് കഴിക്കണം. ഓ, ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കാണല്ലോ. എന്താ ആലോചിക്കണേ? കിട്ടണില്ല. കുട്ട ഇവിടെ പിച്ചി കൊടുക്ക്. തീർന്നു. ഒരു പീസും കൂടി എടുക്കട്ടെ? ഒരു പീസും കൂടി ഉണ്ട്. ഒരു പീസും കൂടി എടുക്കാം. എന്നാ ഓക്കെ. ഒരു ചിക്കൻ പിച്ചി കൊടുക്ക. ഗായത്രി എക്സ്പേർട്ടാ പിച്ചി കൊടുക്കാൻ. ഗുലാബ് ജാമുൻ കഴിക്കില്ല എല്ലാവരും? ഓക്കെ. ചിരി നോക്കിയേ. സുന്ദരി പേരെന്താ? ബെറ്റിയുടെ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആണ്. നിങ്ങൾ കഴിക്കില്ലേ? ഗുലാബ് ജാമുൻ കഴിക്കൂലേ? ഇവിടെ മധുരം വേണ്ടല്ലോ. മധുരം കഴിക്കാൻ പാടുണ്ടോ? മധുരം കഴിക്കുന്ന ഇനി മധുരം കഴിക്കും. ഓക്കെ. പ്രാർത്ഥിക്കുക. എടി മൈക്ക് ഇവിടെ ആടി, അപ്പൊ ഞാൻ വരണക്ക്. നന്ദിയാണ് എല്ലാരും. പ്രാർത്ഥിക്കുക. ഓർക്കും, ഞങ്ങൾ ഇടക്കിടക്ക് വരാം. ഓക്കെ അല്ലേ? അടിപൊളി, ഉഷാർ. അതാണ്. നല്ല ഭക്ഷണമായിരുന്നു അല്ലേ? എല്ലാരും എൻജോയ് ചെയ്ത്. ഇത് ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഞങ്ങള് കഴിക്കാം. നിങ്ങൾ ഗുലാബ് ജാമൊക്കെ കഴിക്കട്ടോ. പതുക്കെ കഴിച്ചാൽ മതി, എങ്ങോട്ടും പോകണ്ട. പതുക്കെ സമാധാനത്തിൽ കഴിച്ചാൽ കാണാട്ടോ. ഞങ്ങൾ ഇടക്ക് വരാം. ഇടക്ക് വരുമ്പോ ഞങ്ങൾ ഓർക്കോ. എന്റെ പേര് റസ്മിൻ.
കൃപ. ഓക്കെ, അത് കുഞ്ഞു കുഞ്ഞു ആ ഏറ്റവും കുഞ്ഞത് കുഞ്ഞായിട്ടിരിക്കണത് അതാ അതാ അവള് ശരിക്കും അവൾ തന്നെയാ കുഞ്ഞ്. വീണ് ആ ഇഷാൻ കൊടുത്തോ, ചോക്ലേറ്റ് കൊടുക്കാം എല്ലാവർക്കും. ഇത് എൻ്റെ മോനാട്ടോ, എൻ്റെ സ്വന്തം മോനല്ല, എൻ്റെ ചേച്ചിയുടെ മോൻ. കൊടുക്ക്, ചോക്ലേറ്റ് കൊടുക്കുക എല്ലാവർക്കും. വലത്തെ കൈ കൊണ്ട് കൊടുക്ക്. ആ എടുത്തു കൊടുക്ക്. എല്ലാവർക്കും ഫുഡ് വിളമ്പി, എല്ലാവരും ഹാപ്പിയാണ്. അമ്മച്ചിമാർ ഹാപ്പിയാണ്, പിള്ളേർ ഹാപ്പിയാണ്, എല്ലാവരും ഇല്ലടി എല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഇപ്പോൾ ദേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിള്ളേരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഉമ്മമാരും ഹാപ്പിയാണ്, വീഡിയോ എടുക്കുന്ന കുഞ്ഞും ഹാപ്പിയാണ്. അപ്പൊ എന്താ പറയാ, ഭയങ്കര സന്തോഷം. ഈ സന്തോഷം എന്നുള്ള വാക്ക് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അതിൽ കൂടുതൽ വേറെ എന്താ പറയണ്ടേ? ഇനി നിങ്ങൾ പറ, എന്താ പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. അതന്നെ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ അവരുടെ കൂടെ ബെസ്റ്റ് ടൈം ആയിരുന്നു. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈം ആയിരുന്നു എൻജോയ് ചെയ്തത്. മനസ്സ് നിറഞ്ഞു. അതെ, മനസ്സ് നിറഞ്ഞു. അവർക്കും മനസ്സ് നിറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അവര് ഡാൻസ്, പിള്ളേരൊക്കെ ആണെങ്കിലും ഡാൻസ് കളിച്ചു. അമ്മമാരൊക്കെ ആണെങ്കിലും നിങ്ങൾ പോവല്ലേ, ഞങ്ങളോട് ഇരുന്ന് സംസാരിക്ക്. അപ്പൊ അവർക്കും നമ്മളോട് സംസാരിക്കണം. എന്താ പറയാ, എന്തൊക്കെയോ എന്താ നീ ഒന്ന് പറ. എല്ലാ മെമ്മറീസും ഗായത്രി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നമ്മൾ ലൈഫ് ടൈമിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യണം. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. കൂടിയതിൽ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി. എന്നെ ഇവരാണ് ഏറ്റവും കൂടുതൽ അതിനെ ഹെൽപ്പ് ചെയ്തെങ്കിൽ ഒന്ന് വരുമോ പ്ലീസ്? എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത 2 വ്യക്തികൾ. മാഡം പ്ലീസ് മീറ്റ് ഗായത്രി ആൻഡ് ഗംഗു എന്ന് പറയണോ കുഞ്ഞു എന്ന് പറയണോ? കുഞ്ഞു. അപ്പോൾ താങ്ക് യു, ശരിക്കും താങ്ക് യു. ഇവരുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കാനും ഒരു മോട്ടിവേഷൻ കിട്ടിയത് ഇവർ കാരണമാണ്. അപ്പോൾ ഇനി നമ്മളിത് തുടരും. സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് 2 പേരോടാണ്. ഒന്ന് അമിൽ ബ്രോ, ഒരു കാർഡ് കൊണ്ടുവന്നത് അമിലാണ്. മറ്റേത് റെഹാൻ. ഇവളെനിക്ക് കഴിഞ്ഞ ദിവസം പേര് മാറ്റി പറഞ്ഞു, അനന്തു അല്ല കേട്ടോ, സോറി, റെഹാനാണ്. റെഹാൻ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ 2 പേർക്കും ഇന്ന് വരാൻ പറ്റിയില്ല, അവർക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അവരോട് ഒരുപാട് താങ്ക്സ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു പാതിര കോയി റെസ്റ്റോറൻറ്റ്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരാം, അല്ലാത്ത വീഡിയോസായിട്ട് വരാം. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ. ബൈ.